ഇപ്പം പ്രസിഡന്റ് വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ? അയാളല്ലെങ്കിൽ ഇതുവരെ എന്താ ചെയ്തോണ്ടിരുന്നേ അല്ലേ ബാല? പിന്നല്ലാതെ അയാള് പന്തയത്തിൽ തോക്കും, മീശ വയ്ക്കേണ്ടിയും വരും. ഒരു ഐഡിയ. എന്താ എന്താ എന്താ? ഈ ഭരണകക്ഷിയില് പ്രതിപക്ഷം കൂടി ലയിച്ചാൽ എന്താ? അല്ലെങ്കിൽ എന്തിനാ ലയിക്കുന്നത്? മക്കളെ, വേറെ ഒന്നും കൊണ്ടല്ല. ഒരു ദിവസം ആ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കസേരയിൽ ഇരുന്നിട്ടില്ലെങ്കിൽ പഞ്ചായത്തിന്റെ ഉത്തരത്തിന്മേൽ ഒരു ശാപം കാണാം. എന്റെ അതോടെ ഈ പ്രശ്നം തീർന്നല്ലോ. നേതാവിനെ ഞങ്ങൾ ആക്കും. നേതാവ് തളരരുത്, ധൈര്യമാണ് വേണ്ടത്. എന്നെ കണ്ട് പഠിക്കൂ. ശേഷിയും ശേമുഷുള്ള ചെറുപ്പക്കാർ നേതാവിന്റെ പിന്നിലുണ്ട്. നേതാവ് ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയാൽ ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടേതാകും പൈകിളിയേ. ഉൽപ്പലാക്ഷൻ സിന്ദാബാദ്, ഉൽപ്പലാക്ഷൻ സിന്ദാബാദ്. ബൂർഷോകളെ അമ്മു, ഉഷയോട് എന്നെ കാണണമെന്ന് പറഞ്ഞ ചന്ദ്ര. എന്താ അമ്മു ഇങ്ങനെ കരയാണോ എന്നെ വിളിച്ചു വരുത്തിയത്? അച്ഛനായാലും ശരി, പപ്പേട്ടനായാലും ശരി, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ദേഷ്യം. ഇതിന്റെ ഇടയിൽ ഞാൻ അതിനിപ്പോ എന്താ പറ്റിയത്? വീട്ടില് വേറെന്തൊക്കെ ആലോചനകളുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ആരെ വെറുക്കേണ്ടത്? പപ്പേട്ടന് അച്ഛനോടൊന്ന് വന്ന് ചോദിച്ചൂടെ? ചോദിച്ചു വെറുതെ നാണം കെടാൻ വയ്യ അമ്മു. ഒന്ന് തോറ്റു കൊടുത്തൂടെ പപ്പേട്ട, നമുക്ക് വേണ്ടി? ശരി, ഞാൻ അമ്മാവനോട് സംസാരിക്കാം. പക്ഷേ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വന്ന് വിളിക്കും. നീ എന്റെ കൂടെ ഇറങ്ങിപ്പോരണം. വരില്ലേ? നീ വരില്ലേ അമ്മു? എടി അമ്മോ, വഴിനിലുള്ള കളിയും ചിരിയൊന്നും നിന്നോട് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലടി. അതിനെങ്ങനെയാ? അവൻ പെണ്ണിന്റെ പറയുന്ന മാറിയിട്ട് വേണ്ടേ? വാല് പോലെ ചുറ്റി നടക്കല്ലേ? തുറച്ചു നോക്കാതെ നീ വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന നിന്റെ മുത്തശ്ശ നോക്കിട്ട് ഞാൻ വരച്ചിട്ടില്ല. പിന്നെ കാന്താരിയോളം പോന്ന നീ പോടാ അവിടുന്ന്. മുത്തശ്ശി എന്താടി? വാടിയുടെ എല്ലാം നിന്റെ അച്ഛനോടൊന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ അഹങ്കാരി അമ്പടി കേമി. കൂട്ടും കൂടി നാട് മുഴുവൻ തെണ്ടി കിടക്കുന്ന തെമ്മാടി കണ്ടുപോകരുത് നിന്നെ അവന്റെ കൂടെ. ഈ പടിക്ക് പുറത്ത് പോകണ്ട നീ. ഇനി നിന്നെ ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഭൂതത്തിന് പിടിച്ചു കൊടുത്താലും വേണ്ടില്ല, ആ ശപ്പിന് കൊടുക്കാണ്ടിരുന്നാ മതി. അമ്മു,
നിനക്കെന്താ വേണ്ടത്? അമ്മാവാ, കഴിഞ്ഞതൊക്കെ ആ മറക്കണം. മറന്നിട്ടെ. എന്റെ അമ്മൂന്റെയും ആ കാര്യം. വേണ്ട വേണ്ട, അങ്ങനെ ചേർത്തൊന്നും പറയണ്ട. നീ വേറെ, അമ്മു വേറെ. അമ്മൂനെ എനിക്ക് ഇഷ്ടമാണ്. അമ്മു ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റുകയില്ലെന്ന്. എന്നാൽ അമ്മുവിനത് പറ്റും. കാരണം അവള് നിന്നെ പോലെ ചൊല്ലും വിളിയില്ലാതെ വളർന്നവളല്ല. അമ്മു എന്റെ പെണ്ണാണ്. അവളെ വേറെ ആർക്കും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആരെങ്കിലും ചോദിച്ചോ? അവളെ എനിക്ക് ഇഷ്ടമുള്ളവന് ഞാൻ കെട്ടിച്ചു കൊടുക്കും. അവള് ഞാൻ വിളിച്ചാൽ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിലോ? എന്നാ ഒന്ന് വിളിച്ചു നോക്ക്. വിളിച്ചു നോക്കടാ. അമ്മു, പപ്പേട്ടൻ ഇപ്പൊ പൊയ്ക്കോളൂ. അമ്മു, ഞാനാ പറയുന്നേ, പപ്പേട്ടൻ പോവൂ. ഇപ്പഴോ? അച്ഛാ, ശരി പൊടി, ഇതിൽ പൊടിയാത്ത. വാടി ഇവിടെ. ഇവിടെ ഇങ്ങോട്ട് പോയി. അങ്ങേര് പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ? എന്നാലേ എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം ഇത് നടക്കില്ലാന്ന് നീ പോയി പറഞ്ഞിടണം നിന്റെ മുത്തശ്ശനോട്. എടാ, പ്രസിഡന്റിനോട് കളിക്കാൻ നീ ഒന്നും ആളായിട്ടില്ല. ആ എരപ്പകളോട് പോയി പറഞ്ഞേക്ക്. ശിവക്ഷം. ഇത്ര പാകതയില്ലാതായി പോയല്ലോ എന്റെ പപ്പ. രാത്രി ഒരു വീട്ടിൽ കയറി ചെന്ന് പ്രായം തികഞ്ഞ ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവരാൻ നോക്കുക. നാണമില്ലല്ലോടാ നിനക്ക്. നിർത്തിനുണ്ട് പെണ്ണുങ്ങളെ. വീട്ടിന് പുറകെ കൂടെ പതുങ്ങിച്ചെന്ന് നമ്മളെ വിളിച്ചോന്നും അല്ലല്ലോ. തന്തയും തള്ളി നോക്കി നിൽക്കുമ്പോഴല്ലേ ഒരു വലിയ അപരാധം. അയ്യേ, ഇങ്ങനെ ഒരു മുത്തശ്ശൻ. നീ പോട്ടെ, എന്റെ തനി ഗുണം വരും കേട്ടോ. അച്ഛൻ അവന്റെ സൈഡൊന്നും പിടിക്കണ്ട. എന്തോന്ന് സൈഡ്? ഇതുപോലല്ലേ എന്റെ ഒരു നട്ട പാതിരാക്കി നിന്റെ തന്തയുടെ മുമ്പിൽ നിന്നെ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. അന്ന് ഞാൻ ശരിയോടൊന്നും പറഞ്ഞില്ലല്ലോ. അന്ന് ഞാൻ ഒരു ചെറിയ വാശി പിടിച്ചിരുന്നെങ്കിൽ ഇതുപോലെ രണ്ടെണ്ണം ഇന്ന് ഈ ഭൂമിയിൽ കാണുമായിരുന്നോടി. ഈ അച്ഛന്റെ ഒരു കാര്യം. എടാ മോനെ, പപ്പ നീ പേടിക്കാതെടാ. ഈ മുത്തച്ഛൻ നിന്റെ കൂടെ ഉണ്ട്. ധൈര്യമായിട്ടിരി, ധൈര്യമായിട്ടിരി. ഉഷയ്ക്ക് ഇങ്ങനൊരു അനുഭവം വന്നാ നാത്തൂന് തെണ്ണം സഹിക്കൂ? പ്രായമായ പെണ്ണല്ലേ അവള്. പറയുന്നതൊന്നും അനുസരിക്കാതെ അണിഞ്ഞൊരുങ്ങി നടക്കുന്ന കണ്ടപ്പോ അച്ഛനങ്ങ് ദേഷ്യം വന്നു. പ്രസിഡന്റിന്റെ സ്വഭാവമല്ലേ. പിന്നെ അവൻ വന്ന് ചോദിച്ച രീതിയും പിടിച്ചില്ല. അമ്മുന്റെയും പപ്പന്റെയും മനസ്സ് നമുക്കറിയാവുന്നതല്ലേ ചന്ദ്രമതി. നമ്മുടെ കൺമുമ്പിലല്ലേ അവര് കണ്ടതും വളർന്നതും ഒക്കെ. നമ്മള് പെണ്ണുങ്ങൾ ഓരോന്ന് അറിഞ്ഞിട്ടും മനസ്സിരുത്തിയിട്ടും എന്താ കാര്യം നാത്തൂനെ? എല്ലാം അവിടെയല്ലേ തീരുമാനം. തള്ള ചൊല്ലാവാവല് തലകിഴുക്കാൻ പാട്. ഇവിടെ ഒരുത്തരുള്ളത് അമ്മാവൻ തന്തയാണെന്ന് പറഞ്ഞു കൊടുക്കാറുന്നില്ലേ നിനക്ക് അവനോട്? അച്ഛന്റെ മുഖം പോലും കാണാതെ വളർന്നതല്ലേ ഏട്ടാ. എന്റെ ലാളനെയും ശാസനയും ഒക്കെ എത്രത്തോളമാണെന്ന് ഏട്ടൻ അറിയാമല്ലോ. ഏട്ടനെ അവനെ മനസ്സുകൊണ്ട് വെറുക്കരുത്. അവനോട് പൊറുക്കണം. അവന്റെ മനസ്സ് നൊന്താ കരയാനല്ലാതെ എനിക്കെന്താ കഴിയ? എന്റെ പിള്ളവരലെ പിടിച്ച് പള്ളിക്കൂടത്തിലും പഞ്ചായത്തിലും നടന്ന ചെക്കൻ എന്റെ നേരെ ആഭാസരം കാണിച്ചോണ്ട് വന്നാ പിന്നെ ഞാനെന്താ ചെയ്യാ? അമ്മുന്റെ കാര്യം ആ ആലോചിക്കണം. അവള് പഠിക്കല്ലേ. ആദ്യം അവൻ എന്തെങ്കിലും ഒരു ജോലി ആവട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോളുടെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ പറയാനൊരു പദവി വേണം. സമയമാകുമ്പോ വേണ്ടത് ചെയ്യാം. അതുവരെ കളിയും ചിരിയൊന്നും വേണ്ട. വെറുതെ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കാൻ. പപ്പ ആ എവിടൊക്കെ തപ്പി നിന്നെ? നീ നാളെ പോവാ? അതെ, രാവിലെ. നാളപ്പം പറഞ്ഞാ ഞാൻ വേറെ അറിഞ്ഞത്. ആരാടാ പപ്പ ഈ സബ് ഇൻസ്പെക്ടർ? തോമസിന്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല അല്ലേ? ഹോസ്റ്റലില് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അയാൾ വിചാരിച്ച ജോലി കിട്ടുമോ? എന്റെ കാര്യങ്ങൾ മുഴുവൻ അറിയുന്നവനാ. അവൻ ശ്രമിച്ചാൽ പട്ടണത്തിൽ എനിക്കൊരു ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഒരുപാട് നാളായി ചെല്ലാൻ പറഞ്ഞ് കത്തയക്കുന്നു. പപ്പം പോയാ പിന്നെ ഞങ്ങളുടെ കാര്യമൊക്കെ അവതാളത്തിലാവും. അതെന്താ? നിന്റെ ബലത്തിലല്ലേ ഞങ്ങൾ ഇവിടെ ഈ കളിയൊക്കെ കളിക്കുന്നത്. നീ ഇല്ലെങ്കിൽ പ്രസിഡന്റ് ഞങ്ങളായിട്ട് വട്ട് കെട്ടും. പാവം ആ അമ്മുവിന്റെ കാര്യവും കഷ്ടത്തിലാവും. എല്ലാം എനിക്കറിയാൻ പാല. ഒരു പദവി ഇല്ലാത്തല്ലേ പപ്പന്റെ കുറവ്. ഞാൻ വരും എല്ലാ കണക്കുകളും തീർക്കാൻ. നീ ധൈര്യമായിട്ട് പോ. എല്ലാം നേരെ ആവുമെന്ന് നമുക്ക് കലക്കാവടാ. ഈശ്വരാ, സമയം പോയി. എവിടേക്ക് എത്ര ധൃതിയില്? UDC ഓഫീസിൽ നിന്ന് ഇറങ്ങാറായി. വേഗം പോട്ടെ, ഇല്ലെങ്കിൽ അച്ഛൻ ബസ് സ്റ്റോപ്പ് വരെ അവളുടെ കൂടെ ലൈൻ അടിച്ചോണ്ട് പൊക്കളയും. ഇവന്റെ ഒരു കാര്യം. നന്നായി വരും മക്കളെ.
നടക്ക്